വ്യഭിചരിക്കാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഫുലൈലിനോട് ചോദിച്ചു, ഫുലൈലെ, അല്ല ചോദിക്കുന്നത് കേട്ടോളാം, അല്ല ചോദിക്കുന്നത് കേട്ടോ. അലം യഅ്നില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. എടാ, നന്നാവാൻ സമയമായില്ലേടാ ഫുലൈലെ, നന്നാകാൻ സമയമായില്ലേ? എത്ര കാലമായി ഇങ്ങനെ നടക്കുന്ന, എന്തെല്ലാം പാവങ്ങൾ ചെയ്തു, എന്തെല്ലാം തെറ്റുകൾ ചെയ്ത ഫുലൈലെ, നന്നാകാൻ സമയമായില്ലേ? ഫുലൈല് കരഞ്ഞോണ്ടിറങ്ങിപ്പോയടോ. ആ വ്യഭിചരിക്കാനിരുന്ന ഫുലൈല് ഖുർആനിന്റെ ഒറ്റ ആയത്ത് കേട്ടപ്പോ നിലവിളിച്ചുകൊണ്ട് ആ പെണ്ണിന്റെ മുമ്പിൽ നിന്ന് ഇറങ്ങിപ്പോയി. ലോകമറിയുന്ന പണ്ഡിതനായി മാറി ഫുലൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു ഒറ്റ ആയത്ത് കേട്ടപ്പോ. എടാ, ഒരിക്കലും നന്നാകില്ലെന്ന് പറഞ്ഞ് നടന്ന ഉമർ നന്നായത് ഖുർആൻ കേട്ടിട്ട്, ഫുലൈൽ ഇബ്നു ഇയാദ് നന്നായത് ഖുർആനിലെ ഒരായത്ത് കേട്ട്. സാധാരണ ആളല്ല, കൊട്ടേഷ സംഘത്തിന്റെ നേതാവായിരുന്ന ഫുലൈല്. ഇതുപോലെ ആയിരക്കണക്കിന് ചരിത്രമുണ്ട്. ഖുർആനിലെ ഒരായത്ത് കേട്ടിട്ട് നന്നായ എത്രയോ പേർ. പാപ്പ, നീ ഒരായത്തല്ല 114 സൂറത്ത് നീ കേട്ടിട്ടില്ലേ? അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ 6600-ൽ പരം വരുന്ന ആയത്തുകൾ നീ തന്നെ ഓതിയില്ലേ? എന്നിട്ട് എന്തേ വാപ്പ നന്നാകാത്തെ? എന്തേ ഉമ്മ നന്നാകാത്തെ? ഖുർആൻ ഓതാത്ത ഏതെങ്കിലും ഒരു പെണ്ണുണ്ടോ? അള്ളാന്റെ ഖുർആൻ കേൾക്കാത്ത ഏതെങ്കിലും ഒരു ഉമ്മയുണ്ടോ? എന്തേ ഉമ്മ നീ നന്നാകാത്ത? എന്തേ ഉമ്മ നീ പേടിക്കണ്ടേ? ഒരായത്ത് കേട്ടിട്ട് നന്നായെങ്കിൽ നീ ഖുർആൻ മുഴുവനും കേട്ടിട്ട് നിനക്കൊരു ഭയമുണ്ടോ, ഒരു പേടിയുണ്ടോ? ഏത് വൃത്തികേട് കാണിക്കാനും, ഏത് തോന്നിവാസം കാണിക്കാനും നമുക്ക് ഭയമുണ്ടോ? ആണായാലും പെണ്ണായാലും നമുക്ക് എന്തെങ്കിലും ഒരു പേടിയുണ്ടോ? അള്ളാഹു ഉമ്മത്തിനെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാനിത് പറയുന്നത് നിങ്ങളോടല്ല. ഈ ചൂണ്ടുന്ന ചൂണ്ടുവിരൽ സിറാജിന്റെ നെഞ്ചിലേക്ക് തന്നെയാ ചൂണ്ടുന്നത്, അല്ലാതെ നിങ്ങളെ അല്ല. ഞാൻ ഇതേ ചോദ്യം എന്റെ മനസാക്ഷിയോട് തന്നെയാ ചോദിക്കുന്നത്. നന്നാകാൻ സമയമായില്ലേ സിറാജ് എന്ന്? അള്ളാഹു എന്നെ നന്നാക്കി തരുമാറാകട്ടെ.